2026 ഏപ്രിൽ മാസം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വങ്ങളുടെ കാലമാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഇറാനെ ഇപ്പോൾ സത്യത്തിൽ ആരാണ് ഭരിക്കുന്നത്? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമേനി എവിടെയാണ്? ഫെബ്രുവരി 28 നടന്ന സംയുക്ത അമേരിക്കൻ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തന്റെ പിതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ അധികാരം കൈമാറപ്പെട്ടുവെങ്കിലും മുജ്തബയെ ഇതേവരെ പൊതുവേദിയിലോ ഔദ്യോഗിക ദൃശ്യങ്ങളിലോ ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും പുറത്തു വന്നിട്ടില്ലെന്നത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ പ്രകാരം മുജ്തബ ഖമേനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു നിഴൽ ഭരണാധികാരിയായി മാറിയിരിക്കുകയാണെന്നുമാണ്. ആക്രമണത്തിൽ തകർന്നുടഞ്ഞ ശരീരവും കരിഞ്ഞുപോയ മുഖവുമായി മുജ്തബ ഖമേനി മരണത്തോട് മല്ലിട്ട് ഭരണചക്രം തിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ നടുക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യോമാക്രമണത്തിൽ പിതാവ് കൊല്ലപ്പെട്ട അതേ ദിനം തന്നെ മുജ്തബയ്ക്കും മാരകമായി പരിക്കേറ്റു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഇറാൻ എന്ന വൻ ശക്തിയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. കേവലം ഒരു പരിക്കല്ല, മറിച്ച് മുജ്തബ ഖമേനിയുടെ ശാരീരികാവസ്ഥ ഇറാൻ ഭരണകൂടത്തിന്റെ അടിത്തറയെ തന്നെ ഉലയ്ക്കുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അധികാരം ലഭിച്ചിട്ടും ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനോ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കാനോ കഴിയാത്ത ഒരു നേതാവ് എങ്ങനെയാണ് ആ രാജ്യത്തെ നയിക്കുക എന്നത് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. മുജ്തബ ഖമേനിയുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത്യന്തം ഞെട്ടിക്കുന്നതാണ്. പിതാവിന്റെ വസതി ലക്ഷ്യമിട്ട് നടന്ന ആ ഭീകരമായ മിസൈൽ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ശരീരത്തിന്റെ പല ഭാഗങ്ങളും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു കാലിന് 3 തവണയാണ് ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ആ കാലിന്റെ പ്രവർത്തനം പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു കൃത്രിമക്കാൽ വെച്ച് പിടിപ്പിക്കേണ്ടി വരുമെന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത്തരമൊരു ശാരീരിക പരിമിതി ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ഒരു കൈക്കും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അതിന്റെ ചലനശേഷി പതുക്കെ തിരികെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാർ. എന്നാൽ പരിക്കുകൾ ഇതിലൊന്നും അവസാനിക്കുന്നില്ല എന്നതാണ് ഭരണകൂടത്തെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. മുഖത്തും ചുണ്ടിനുമേറ്റ കടുത്ത പൊള്ളലാണ് മുജ്തബയെ ജനമധ്യത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രധാന ഘടകം. സംസാരശേഷിയെ ഇത് സാരമായി ബാധിച്ചിരിക്കുന്നു. വായ തുറന്ന് വ്യക്തമായി സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ. തീവ്രമായ പരിക്കുകൾ ഭേദമാക്കാൻ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള സങ്കീർണമായ ചികിത്സാ രീതികൾ ആവശ്യമായി വരുമെന്നാണ് സൂചന. ഒരു പരമോന്നത നേതാവ് തന്റെ ജനതയെ അഭിസംബോധന ചെയ്യുമ്പോഴുണ്ടാകേണ്ട ആത്മവിശ്വാസവും കരുത്തും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പൊതുജന മധ്യത്തിൽ വരാൻ മടിക്കുന്നത്. ദുർബലനായി ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഇറാനിലെ വിപ്ലവകാരികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും തെറ്റായ സന്ദേശം നൽകുമെന്നും ശത്രുക്കൾക്ക് അത് ആത്മവിശ്വാസം പകരുമെന്നും ഇറാൻ ഭരണകൂടം ഭയപ്പെടുന്നു. ഈ അദൃശ്യത ഒരു തന്ത്രം കൂടിയാണ്. താൻ എവിടെയാണെന്ന് ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സുരക്ഷിതമായ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് മുജ്തബ ഇപ്പോൾ കഴിയുന്നത്. അത്യന്തം സങ്കീർണമായ ഈ അവസ്ഥയിൽ മുജ്തബ ഖമേനിയുടെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ടാണെന്നത് ശ്രദ്ധേയമാണ്. ഒരു ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയായ പെസഷ്കിയാൻ പുതിയ നേതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ നേരിട്ടിടപെടുകയും ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ചികിത്സാ കാലയളവിൽ രാജ്യം എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത് എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്. മുജ്തബ ഖമേനി മാനസികമായി തികഞ്ഞ ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും ശാരീരിക അവശതകൾ മൂലം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാൻ കഴിയുന്നില്ല. ഇതിനാൽ തന്നെ യുദ്ധം പരിചയിച്ച IRGC കമാൻഡർമാരുടെ ഒരു സംഘമാണ് ഇപ്പോൾ ഇറാന്റെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് പോലെയാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് മുൻ ഉപദേഷ്ടാവായ അബ്ദുൽ റസ ദാവരി നിരീക്ഷിക്കുന്നു. മുജ്തബ ഒരു ചെയർമാനെ പോലെ ഇരിക്കുകയും കമാൻഡർമാർ അംഗങ്ങളെ പോലെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. അധികാരത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ മുജ്തബ ഇരിക്കുമ്പോഴും യഥാർത്ഥ നിയന്ത്രണം സൈനിക കമാൻഡർമാരിലേക്ക് നീങ്ങുന്നത് ഇറാൻ വിദേശ നയത്തിലും യുദ്ധതന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. വാഷിംഗ്ടണുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന പല ചർച്ചകളും IRGCയുടെ കർശന നിലപാടുകൾ കാരണം തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. തന്റെ പിതാവിനെ പോലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ മുജ്തബയ്ക്ക് ഇപ്പോൾ കഴിയുന്നില്ല. പകരം കമാൻഡർമാർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒപ്പിടുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് വിമർശകർ കരുതുന്നു. സീൽ ചെയ്ത കത്തുകളിലൂടെയും വോയിസ് കോൺഫറൻസിംഗിലൂടെയുമാണ് അദ്ദേഹം ഭരണകൂടവുമായി ആശയവിനിമയം നടത്തുന്നത്. തന്റെ ശബ്ദം ദുർബലമായി പുറത്തു വരാതിരിക്കാൻ അദ്ദേഹം എഴുതിയ പ്രസ്താവനകൾ ഓൺലൈനിലൂടെയും സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയും പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇത് ഭരണകൂടത്തിനുള്ളിലെ അധികാര വടംവലികൾക്കും വഴിമരുന്നിടുന്നുണ്ട്. ഈ നിഗൂഢത ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നു. ശത്രു രാജ്യങ്ങളായ ഇസ്രയേലും അമേരിക്കയും ഇറാന്റെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. തന്റെ താമസ സ്ഥലം ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കാൻ ഇറാൻ ഉദ്യോഗ
ഉദ്യോഗസ്ഥർ പോലും മുജിതബയെ നേരിട്ട് സന്ദർശിക്കുന്നത് ഒഴിവാക്കുന്നു. ഇത്തരമൊരു ഷാഡോ ലീഡർ അഥവാ നിഴൽ നേതാവ് എത്ര കാലം രാജ്യത്തെ നയിക്കും എന്നതിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഒരു വശത്ത് ഇസ്രയേലുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും മറുവശത്ത് ആഭ്യന്തരമായി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കേണ്ടതും മുജിതബയ്ക്ക് അനിവാര്യമാണ്. എന്നാൽ ശാരീരികമായി തളർന്ന ഒരു നേതാവ് എങ്ങനെ ജനങ്ങൾക്കിടയിൽ ആവേശമുണ്ടാക്കും എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മുജിതബ ഖമേനിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും മിത്തുകളും തെറ്റായ വാർത്തകളും പ്രചരിക്കാറുണ്ട്. അദ്ദേഹം മരിച്ചുവെന്നും വാർത്ത പുറത്തു വിടാത്തതാണെന്നും വരെ ചിലർ വാദിക്കുന്നു. എന്നാൽ അദ്ദേഹം ജീവനോടെയുണ്ടെന്നും തീരുമാനങ്ങളെടുക്കാൻ പ്രാപ്തനാണെന്നും റിപ്പോർട്ടുകൾ ഉറപ്പിച്ചു പറയുന്നു. ശാരീരിക പരിമിതികൾ ഒരു നേതാവിന്റെ ഭരണ നൈപുണ്യത്തെ ബാധിക്കില്ലെന്ന് തെളിയിക്കാൻ ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും ആധുനിക കാലത്തെ യുദ്ധമുഖത്ത് ഒരു നേതാവിന്റെ ദൃശ്യതയും ശബ്ദവും എത്രത്തോളം പ്രധാനമാണെന്ന് അവഗണിക്കാൻ കഴിയില്ല. ഇറാൻ ജനത ഒരു പുതിയ മാറ്റത്തിനായി ആഗ്രഹിക്കുമ്പോഴും പഴയ വ്യവസ്ഥിതിയുടെ ബാക്കിപത്രമായി മുജിതബ തുടരുന്നത് വലിയൊരു വിഭാഗത്തിനിടയിൽ അമർഷമുണ്ടാക്കുന്നുണ്ട്. തന്റെ പിതാവ് അനുഭവിച്ചിരുന്ന ആ അപ്രമാദിത്യം മുജിതബയ്ക്ക് ലഭിക്കുമോ അതോ സൈന്യം പൂർണ്ണമായും അധികാരം കൈക്കലാക്കുമോ എന്നതാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാണേണ്ടത്. ചുരുക്കത്തിൽ ഇറാൻ ഇന്ന് ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഒരു കാലഘട്ടത്തിന്റെ അന്ത്യത്തിന് ശേഷം പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ രാജ്യത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി ശാരീരികമായി തകർന്നിരിക്കുന്നു എന്നത് ചരിത്രപരമായ ഒരു വൈരുദ്ധ്യമാണ്. മുജിതബ ഖമേനിയുടെ ചുണ്ടുകൾക്കും കൈകൾക്കും കാലുകൾക്കും ചികിത്സ നൽകി ഭേദമാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ആ രാജ്യത്തിന്റെ ഭരണഘടനയിലും അധികാരഘടനയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുറിവുകൾ ഉണക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണണം. നിശബ്ദനായ ഒരു നേതാവും ശബ്ദമുയർത്തുന്ന സൈന്യവും ചേർന്ന് ഇറാന്റെ ഭാവിയെ ഏത് ദിശയിലേക്ക് നയിക്കുമെന്നത് ലോകം അതീവ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന പ്ലാസ്റ്റിക് സർജറികൾക്കും കൃത്രിമ കാൽ വെച്ച് പിടിപ്പിക്കലിനും ശേഷം മുജിതബ ഖമേനി ജനമധ്യത്തിലേക്ക് തിരികെ വരുമോ അതോ ഇറാൻ ഒരു പുതിയ അധികാര കേന്ദ്രത്തെ കണ്ടെത്തുമോ എന്നതാണ് വരും മാസങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.